ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് നിങ്ങളുടെ കുടുംബം ഇപ്പോൾ മക്കളില്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യം സത്യം, അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയാം. ഞാൻ പറയാറുണ്ട്, മക്കളില്ലാത്തവർക്ക് 12 വർഷം ഞാൻ വഹിച്ചത് എനിക്കും എൻ്റെ റബ്ബിനറിയും. അത്രയും സങ്കടം, പ്രയാസം. അത് എൻ്റെ വൈഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര വിഷയം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷക്കാലം മരുന്ന് കഴിച്ച് ലാസ്റ്റാണ് നിങ്ങൾ ഒരു കൊല്ലം നിങ്ങൾ കഴിച്ചിട്ട് ക്ലിയർ ആയത്. 2 മാസം കഴിച്ചതായാലും ഇപ്പം ഉണ്ടല്ലോ ലാസ്റ്റ് കുറേ ആടെ ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് കുറേ പൈസ ചിലവ് ചെയ്യുന്നുണ്ടാവും. മാഷാ ഒരു ബോട്ടിൽ കഴിച്ചാൽ എന്നെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുമല്ലോ. അൽഹംദുലില്ലാ, നിങ്ങളെ ആ സ്വഭാവം തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടം എനിക്ക്. സംസാരിക്കുമ്പോൾ എന്നെ മാഷാ അല്ലാഹ്. വന്ധ്യത ചികിത്സയിലെ എപ്പിതെറാപ്പി, തേൻ ചികിത്സ, തേനും തേനീച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള ചികിത്സാ രീതിയിൽ കൂടി ആ മരുന്ന് കൊണ്ട് പ്രയോജനം കിട്ടിയ 2000-ൽ-അധികം കുടുംബങ്ങൾ ഇന്ന് കേരളത്തിലും ശ്രീലങ്കയിലും ലണ്ടൻ, ന്യൂയോർക്ക്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് അൽഹംദുലില്ലാ ഒരുപാട് പേർ വർഷങ്ങളോളം ചികിത്സിച്ച് മക്കളില്ലാതെ പ്രയാസം അനുഭവിച്ച് അവസാനം അൻഫാൽ ഹെർബൽ ചികിത്സയിലേക്ക് വന്നു. അൽഹംദുലില്ലാ ഇന്ന് ഒരുപാട് പേര് സന്താന ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ അൽഹംദുലില്ലാ 12-ലധികം പ്രസവം നടന്നു കഴിഞ്ഞു. 37 പേര് വിശേഷത്തിലാണ്. അതിൽ ഒരു കുടുംബത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാനിന്ന് കാസർഗോഡ് ജില്ലയിലെ ചേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. എൻ്റെ പേര് അബ്ദുൾ റഹ്മാനാണ്. ഞാൻ സ്ഥലം കാസർഗോഡ് മഞ്ചേശ്വരത്ത്, എൻ്റെ വൈഫിൻ്റെ സ്ഥലം കാസർഗോഡ് ചേരൂർ. എനിക്ക് 12 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാ മരുന്നും ബോംബെ, ബാംഗ്ലൂർ, മംഗലാപുരം, കാസർഗോഡ്, മഞ്ചേശ്വരം, അങ്ങ് തൃശ്ശൂർ എല്ലാം എല്ലായിടത്തും മരുന്നെല്ലാം കഴിഞ്ഞ് ഒരുപാട് ചികിത്സിച്ച് വന്ന് ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ കുറേ വേദന ഇരുന്ന സമയത്താണ് ദർശൻ ചാനലായിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് നമ്പർ കിട്ടുന്നു. അവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ തേൻ ചികിത്സ അൽഹംദുലില്ലാ ആ തേൻ ചികിത്സ ചെയ്തതിന് പിന്നെ ശേഷം 12 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 2 ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് 11 മാസം 2023 ലാസ്റ്റ് ഡിസംബർ 28-ന് ഡെലിവറി കഴിഞ്ഞത്. 2 പെൺകുട്ടികൾ. അൽഹംദുലില്ലാ. അതിനു മുമ്പ് ഒരുപാട് ചികിത്സകൾ ഒരുപാട് ബോംബെയിൽ ചെയ്തിരുന്നു. ഒന്നും ബോംബെയിലൊക്കെ പറയുമ്പോൾ നല്ല വലിയ സ്പെഷ്യൽ ഹോസ്പിറ്റലായിരിക്കും അല്ലേ? ഒന്നും ഒരു കാര്യമായിട്ടൊന്നും ചെയ്യില്ല. എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇത് ഒരു അതായിട്ട് പറഞ്ഞത് എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. കൗണ്ടിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വൈഫിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഓക്കെ. അങ്ങനെ മംഗലാപുരത്ത് കുറേ ചെയ്ത്, ബാംഗ്ലൂർ ചെയ്ത്, കാഞ്ഞങ്ങാട്, തൃശ്ശൂർ എല്ലായിടത്തും ചെയ്തു. ഏകദേശം വലിയൊരു തുക തന്നെ 50 ലക്ഷം റുപ്യ എൻ്റെ അടുക്ക് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അൽഹംദുലില്ലാ. 2 പെണ്ണ് കുഞ്ഞ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ 11 മാസം. മരുന്ന് കഴിച്ചിട്ട് എത്ര മാസം മരുന്ന്? നിങ്ങളെ മരുന്ന് ഞാൻ 2 ബോട്ടിൽ കഴിച്ചു. 2 ബോട്ടിൽ 2 മാസം കുടിച്ചു. 2 മാസം കഴിച്ചു. അത് ബോംബെയിലിരിക്കുന്ന സമയത്ത് ഞാൻ കഴിച്ചു. മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞാണ് സന്തോഷം? നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് അൽഹംദുലില്ലാ ഒരു 2 മാസം എന്തോ തോന്നുന്നു. 2 മാസം അങ്ങനെ എടുത്തു. വിശേഷമായി. ഞാൻ ആൾക്കാരോട് പറയുന്നത് എന്ത് പറഞ്ഞാൽ കുറേ ആടെ ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് കുറേ പൈസ ചിലവ് ചെയ്യുന്നുണ്ടാവും. മാഷാ ഒരു ബോട്ടിൽ കഴിച്ചാൽ എന്നെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. അൽഹംദുലില്ലാ. ശരിക്കും നിങ്ങൾക്ക് കുടിക്കുമ്പോൾ മാഷാ അല്ലാഹ് എനിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ജീവിതത്തിൽ മക്കളില്ലാത്തവർക്ക് 12 വർഷം ഞാൻ വഹിച്ചത് എനിക്കും എൻ്റെ റബ്ബിനറിയും. അത്രയും സങ്കടം, പ്രയാസം. അത് എൻ്റെ വൈഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര വിഷയം. ലാസ്റ്റ് കഴിച്ചു അൽഹംദുലില്ലാ. അപ്പോൾ ബോംബെയിൽ ഞാൻ 11 വർഷം മരുന്ന് കഴിച്ചു. ബോംബെയിൻ്റെ അകത്ത് കഴിച്ചു, മംഗലാപുരത്ത് മരുന്ന് കഴിച്ച്, ഇവിടുന്ന് IUI ചെയ്തു. അതും ഫെയിലായി. എത്ര പ്രാവശ്യം ചെയ്തു? അത് 2 പ്രാവശ്യം ചെയ്തു. രണ്ട് പ്രാവശ്യം മംഗലാപുരത്ത്. അത് ശരി. IUI ചെയ്തിട്ടാണ് പരാജയപ്പെട്ടത്. IUI ചെയ്തു. അപ്പൊ എനിക്കൊന്ന് ചിലപ്പോൾ ടോട്ടൽ കൊണ്ട് മോട്ടിലിറ്റിക്ക് വളരെ കുറഞ്ഞ മോട്ടിലിറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും കുറവെന്ന് പറഞ്ഞു. എന്താ നമ്മളെ അപ്പോൾ നമ്മൾ 2 മാസം മരുന്ന് കുടിച്ചിട്ട് 2 മാസം നിങ്ങളെ 2 മാസമൊക്കെ കുടിച്ചാലാണ് എനിക്ക് മാഷാ അല്ലാഹ് തന്നെ അടിക്കൂടിപ്പോയി. പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് മരുന്നെടുത്ത് തൃശ്ശൂരിൽ നിന്ന് ഞാൻ നമ്മൾ അസ്രഫ് ഡോക്ടറിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ. യെസ്, കൊടുങ്ങല്ലൂർ.
അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് IVF ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഭാര്യ കരിഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. എൻ്റെ മരുന്ന് നിങ്ങൾ ആരെ പരിചയപ്പെടുത്തുന്നെങ്കിൽ വേറെന്തെങ്കിലും സൗദിയുടെ ഓർമ്മ ഉണ്ടോ? എനിക്ക് സൗദി തന്നെ ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ നമ്പർ എന്നെ മിക്സ് ആയിപ്പോയി, നമ്പറിൽ പോയി. അങ്ങനെ ഈ ചാനലിൽ നിന്നാണ് എനിക്ക് നമ്പർ കിട്ടുന്നത്. ഇന്റർവ്യൂ അതിൽ നിന്നാണ് എനിക്ക് ചാനൽ നമ്പർ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾ കോൺടാക്ട് ചെയ്തത് പിന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ റബ്ബിന്റെ തൗഫീഖ് അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് നിങ്ങളുടെ കുടുംബം ഇപ്പോൾ ഇവിടെ മക്കളില്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യം അത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയാം. പക്ഷെ ഞാൻ പറയാറുണ്ട്, മക്കൾ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ, മക്കളില്ലെങ്കിലും അൽഹംദുലില്ലാ, സമാധാനിപ്പിക്കാനേ സാധിക്കും. പക്ഷെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ വേദന അല്ലേ. വൈഫ് ആ സമയത്തൊക്കെ ഈ 12 വർഷം നിങ്ങളോട് കൂടെ വൈഫ് ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഗൾഫ് സൗദി വിട്ട സമയത്ത് മുംബൈയിൽ ഒന്നിച്ചു. ഗൾഫ് വിടാൻ തന്നെ കാരണം മുമ്പ് വിളിച്ച് ഞാൻ അവിടെ നല്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, സൗദി പാലസിലുണ്ടായിരുന്നു. അപ്പൊ ജോലി പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് നാട്ടിൽ വന്ന് നിൽക്കുന്നത്. വൈഫിന്റെ ടെൻഷനും നിങ്ങളുടെ ടെൻഷനും ഒരു കുഞ്ഞുണ്ടാവണം. പക്ഷെ 12 വർഷം വരെ എവിടെ പോയിട്ട് ആവാതെ അവസാനമാണ് അൻഫാൽ ഹെർബൽസിലേക്ക് എത്തുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇരട്ട കുട്ടികളായിട്ട് വരുന്നത്. മക്കളെ പേര് ആമിന ഐസ, സൈനബ് ഐന.